അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന ക്രമക്കേടുകളും സംഭാവന കൊള്ളയും പുതിയൊരു വഴിത്തിരിവിലാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട 8 വ്യക്തികൾക്കും തിരിച്ചറിയാൻ കഴിയാത്ത മറ്റുള്ളവർക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്തതോടെ കേസ് പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ട രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് FIR രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രം കൈകാര്യം ചെയ്യുന്ന ട്രസ്റ്റായ ശ്രീരാമ ജന്മഭൂമി തീർത്ഥാക്ഷേത്രയുടെ ജനറൽ സെക്രട്ടറി ചമ്പത് റായി, ട്രസ്റ്റി അനിൽ മിശ്ര എന്നിവർ ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. FIRൽ ഇരുവരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല എങ്കിലും അവരുടെ അടുത്ത സഹായികളാണ് ഈ കൊള്ളയിലെ പ്രമുഖ പേരുകാർ. കേസിൽ അറസ്റ്റിലായ 8 പേരിൽ ഒരാൾ ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ രാംശങ്കർ യാദവ് എന്ന ടിന്നു യാദവ് ആണ്. 8 പ്രതികളിൽ 7 പേരിൽ നിന്നായി പോലീസ് ഇതുവരെ 79.80 ലക്ഷം രൂപയും വീണ്ടെടുത്തിട്ടുണ്ട്. ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യാതെ ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളാണ് UP സർക്കാർ ഉൾപ്പെടെ നടത്തുന്നത് എന്ന ആരോപണങ്ങൾക്കിടെയാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത് എന്നതാണ് ഏറെ പ്രസക്തം. ക്രിമിനൽ അന്വേഷണം നടത്തണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യവും ഉയർന്നിരുന്നു. അത്രമാത്രം കൊള്ളയാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന വിവരം. വിശ്വാസികളുടെ സംഭാവനയായി കോടിക്കണക്കിന് രൂപയെത്തുന്ന അമ്പലത്തിലെ ഹുണ്ടികളിൽ നിന്ന് ഉൾപ്പെടെയാണ് പ്രതികൾ കൊള്ള നടത്തിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. ജൂൺ 25-നാണ് അയോധ്യയിലെ കോട്ട്വാലി രാമജന്മഭൂമി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളിൽ 6 പേർ പണം എണ്ണാൻ ചുമതലയുണ്ടായിരുന്ന ക്ഷേത്ര ജീവനക്കാരാണ്. ഇവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ പണവും രേഖകളില്ലാത്ത സ്വർണവും കണ്ടെത്തിയിട്ടുമുണ്ട്. സംഭാവന ചെയ്ത പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കാണാതായതായി ജൂൺ 13-ന് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നായിരുന്നു ഈ കൊള്ള ആദ്യം പുറത്തു വന്നത്. സംഭാവന എണ്ണുന്ന CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പരസ്യമാക്കുന്നില്ല എന്ന് സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് ചോദ്യമുയർത്തുക കൂടി ചെയ്തതോടെ ഈ വിഷയം പെട്ടെന്ന് രാഷ്ട്രീയമായി ചർച്ചയുമായി. പ്രാഥമിക റിപ്പോർട്ട് പരസ്യമാക്കിയിട്ടില്ല എങ്കിലും നടപടിക്രമങ്ങളിലെ പിഴവുകളും മേൽനോട്ടത്തിലെ പോരായ്മകളും SIT കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിലും ബാങ്കുകളിലേക്ക് പണം മാറ്റുന്നതിലും CCTV ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിലുമൊക്കെ വീഴ്ച സംഭവിച്ചതായാണ് വിവരം. അതേസമയം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുമുണ്ട്. കേന്ദ്രത്തിലെയും ഉത്തർപ്രദേശിലെയും BJP സർക്കാരുകൾക്കെതിരെയാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം. ഈ വിഷയത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസ് അവർ യഥാർത്ഥ രാമഭക്തരല്ല എന്ന് എപ്പിസോഡ് തെളിയിച്ചുവെന്നും ആരോപിക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ച ശേഷം BJPയും RSSും ചേർന്ന് സാധാരണ ഭക്തരുടെ സംഭാവനകളിൽ നിന്ന് കൊള്ളയടിച്ചു എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തുന്നത്. ആരോപണ വിധേയമായ തട്ടിപ്പ് അന്വേഷിക്കുന്നതിന് പുറമെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ ആരാധനാലയത്തിൽ സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയും ഈ വിവാദം തുറന്നു കാട്ടുന്നുണ്ട്. ഭാവിയിൽ സമാനമായ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സംഭാവനകൾ കൈകാര്യം ചെയ്യുന്നതിലും അത് സൂക്ഷിക്കുന്നതിലുമൊക്കെ കർശനമായ സുരക്ഷാ നടപടികൾ അന്തിമ SIT റിപ്പോർട്ട് ശുപാർശ ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്.